ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ധന്യൻ മാറിവാനിയോസ് പിതാവിന്റെ 72ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുന്ന ധ്യാന ചിന്തയുടെ 3-ാം ദിവസമാണ് ഇന്ന്. വിശുദ്ധ കുർബാനയാകുന്ന ദിവ്യരഹസ്യത്തിന് പല മനോഹരമായ വിശേഷണങ്ങളും പിതാവ് നൽകിയിട്ടുണ്ടല്ലോ. വിശുദ്ധ കുർബാന ഒരു ധ്യാന പഠനം എന്ന മാറിവാനിയോസ് പിതാവിന്റെ ഗ്രന്ഥത്തിൽ നിന്നാണ് ഇന്നത്തെ ചിന്തകൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വിശേഷണങ്ങൾ ഓരോന്നും നമ്മുടെ കർത്താവിന്റെ അഗാധമായ സ്നേഹത്തെക്കുറിച്ചും കുർബാനയിലെ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചും വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു. പ്രത്യേകമായി വിശുദ്ധ കുർബാനയെ കാഴ്ചയപ്പമെന്ന് പിതാവ് വിശേഷിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൈവസന്നിധിയിൽ അർപ്പിച്ചിരുന്ന മൽക്കിസദേക്കിന്റെ കാഴ്ചയപ്പം പോലെ വിശുദ്ധ കുർബാനയിലൂടെ മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ നിത്യബലിയായി പിതാവായ ദൈവത്തിന് അർപ്പിക്കപ്പെടുന്നു. പഴയ നിയമത്തിലെ ആ കാഴ്ചയപ്പം വിശുദ്ധ കുർബാനയുടെ ഒരു പ്രതീകാത്മകമായ മുന്നോടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗ്രന്ഥത്തിൽ നാം കാണുന്ന മറ്റൊരു നാമമാണ് ഇമ്മാനുവേൽ, അതായത് ദൈവം നമ്മോടുകൂടെ. ദൈവം നമ്മോടുകൂടെ എന്ന വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും നമ്മോടുകൂടെ ആയിരിക്കുന്ന ഈശോ മിശിഹ. വിശുദ്ധ കുർബാനയെ സ്വർഗീയ മന്ന എന്നും പിതാവ് വിളിക്കുന്നുണ്ട്. പുറപ്പാട് അനുഭവത്തിലൂടെ കടന്നുപോയ ഇസ്രായേൽ ജനത്തിന് ജീവന്റെ സംരക്ഷണത്തിനായി ദൈവം മന്ന നൽകിയതുപോലെ പുതിയ ഇസ്രായേലായ വിശുദ്ധ സഭയെ സ്വർഗരാജ്യം ലക്ഷ്യമാക്കിയുള്ള തീർത്ഥയാത്രയിൽ യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് ആത്മീയ പോഷണമായും നിത്യജീവനായും നമുക്ക് നൽകപ്പെടുന്നു. ഇത് ഓരോ വിശുദ്ധ കുർബാനയിലൂടെ ഇന്നും നാം അനുഭവിക്കുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുമെന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. പെസഹ സന്ധ്യയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ഈ ജീവന്റെ അപ്പമാണ് തന്റെ ജനത്തിനു വേണ്ടി ക്രിസ്തു പങ്കുവച്ചത്. നിത്യജീവനെ നൽകുന്ന ദിവ്യഭോജ്യം യേശുക്രിസ്തു തന്നെയാണ്. ഇതിനാലാണ് വിശുദ്ധ കുർബാനയെ പിതാവ് ജീവന്റെ അപ്പമെന്ന് വിശേഷിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, പിതാവ് കാട്ടിത്തന്ന ഈ വിശേഷണങ്ങളിലൂടെ വിശുദ്ധ കുർബാനയുടെ അമൂല്യമായ സമ്പത്ത് നമുക്ക് മനസ്സിലാക്കാം. വിശുദ്ധ കുർബാന നമ്മോടുകൂടിയുള്ള ദൈവ സാന്നിധ്യമാണ്, നമ്മുടെ ആത്മീയ ഭക്ഷണമാണ്, നിത്യജീവന്റെ ഉറവിടമാണ്. ഈ വിശുദ്ധ രഹസ്യത്തെ നാം എന്നും ആദരവോടും നന്ദിയോടും കൂടെ വേണം സമീപിക്കുവാൻ. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ വളരുവാൻ ധന്യൻ മാറിവാനിയോസ് പിതാവിന്റെ പുസ്തകത്തിലൂടെയുള്ള നമ്മുടെ ധ്യാന ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ.